സ്വാഗതം ശ്രീ കോന്നി ഗോപകുമാർ. ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഭിന്നത വളരെ രൂക്ഷമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ സേന അഫ്ഗാനിസ്ഥാനിലേക്ക് കയറി അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ വളരെ ശക്തമായിട്ട് കൊണ്ടുവന്ന തീവ്രവാദ ഗ്രൂപ്പ് ഇപ്പോൾ പാകിസ്ഥാനെതിരായിട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാന് ഇപ്പോൾ ഒന്നാമത് വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലും ഭക്ഷ്യക്ഷാമത്തിലും ഒക്കെ നീങ്ങുകയാണ്. ആ രാജ്യം ഒന്നുകൂടെ കൂപ്പുകുത്തുകയല്ലേ ചെയ്യാൻ പോകുന്നത്? അല്ല, പാകിസ്ഥാന് ഈ 1940 മുസ്ലിം ലീഗിൻ്റെ ലാഹോർ പ്രമേയത്തിലാണ് പാകിസ്ഥാൻ വേണമെന്നവർ ആവശ്യപ്പെട്ടത്. അന്ന് സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദുവും മുസ്ലിമും രണ്ട് ദേശീയതയാണ്, രണ്ട് സംസ്കാരമാണ്, രണ്ട് ജീവിത രീതികളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും കൂടി യോജിച്ചു പോകാൻ പറ്റില്ല, പാകിസ്ഥാൻ വേണം എന്ന ആശയം ആദ്യം പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പക്ഷേ ആ ആശയത്തെ എതിർത്ത മുസ്ലിം നേതാക്കന്മാരും നമുക്കുണ്ടായിരുന്നു. അബ്ദുൽ കലാം ആസാദ്, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം ഉറച്ച മതഭക്തൻ തന്നെ. പക്ഷേ ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളോട് ഒന്നിച്ച് താമസിക്കുന്നതിന് പ്രശ്നം എന്താണ്? അങ്ങനെ പോകുന്നതല്ലേ നല്ലത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ഇന്ത്യയെ വിഭജിക്കാനേ സമ്മതിക്കത്തില്ലെന്നുള്ളതായിരുന്നു മഹാത്മാഗാന്ധിയുടെ നിലപാട്. ഈ നിലപാടിനിടയിൽ അവസാനം വന്ന് മുഹമ്മദ് അലി ജിന്ന ഡയറക്റ്റ് ആക്ഷനിലേക്ക് പോയി. ഡയറക്റ്റ് ആക്ഷൻ എന്നാൽ വർഗീയ കലാപം. ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടു, മതത്തിൻ്റെ പേരിൽ മാത്രം. അവസാനം മൗണ്ട് ബാറ്റൺ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യയും നിലവിൽ വരുന്നത്. പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായപ്പോൾ വലിയ പ്രതീക്ഷയോടാണ് പല ആളുകളും പാകിസ്ഥാനിലേക്ക് പോയത്. നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിൽ നിന്ന് അങ്ങോട്ട് പോയ ആളുകളുണ്ട്, സിന്ധ് പ്രവിശ്യയിലുണ്ടായിരുന്ന ആളുകളുണ്ട്. അങ്ങനെ പലരും പാകിസ്ഥാനിലേക്ക് കുടിയേറി. കേരളത്തിൽ നിന്ന് പോയ ആളുകളുണ്ട്. കേരളത്തിൽ നിന്ന് പോയ കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അവിടുത്തെ നല്ലൊരു പത്രപ്രവർത്തകനായിരുന്നു. ഇവരെല്ലാം സ്വർഗരാജ്യം തേടിയാണ് ഈ പാകിസ്ഥാനിലോട്ട് പോയത്. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഈ രാജ്യം മതത്തിൻ്റെ പേരിൽ തന്നെ തകരുന്നതാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യയിൽ അവർ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് മുഴുവൻ നമ്മുടെ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാനാണ്. ജമ്മു കാശ്മീരിലേക്ക് ഭീകരന്മാരെ കടത്തിവിട്ട് ജമ്മു കാശ്മീരിലെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ ജമ്മു പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. ഒരു പരിധിവരെ 2014 ശേഷം UPA സർക്കാർ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇന്ത്യ ഭരിക്കാനാണ് വരുന്നതെങ്കിൽ സാം പിട്രാഡോ സ്വപ്നം കണ്ടതുപോലെ ഇന്ത്യ 4 രാജ്യമായിട്ട് മാറിയേനെ. കുറേ ഭാഗം ചൈനയുടെ കയ്യിലായതിന്, കുറേ ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലായതിന്, പിന്നെ ഇവാഞ്ചലിസ്റ്റുകൾക്ക് നല്ലൊരു ഒരു ഫർട്ടൈൽ ലാൻഡായിട്ട് മാറിയേനെ. ഇപ്പം യൂറോപ്പിലൊക്കെയുള്ള ക്രിസ്ത്യാനികളൊക്കെ മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്തേക്ക് വന്നാൽ കുറേ പേരെ കൺവേർട്ട് ചെയ്തെടുക്കാമല്ലോ. ഇതെല്ലാം കൂടെ വന്ന് ഇന്ത്യ അരാജകത്വത്തിൻ്റെ വിളനിലമായി മാറുമായിരുന്നു. ഒരു പക്ഷേ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുഹൃതം കൊണ്ടാണ് ഈ UPA സർക്കാരിൻ്റെ തുടർച്ച കിട്ടാതെ പോയത്. അല്ലെങ്കിൽ രാജ്യം നാമാവശേഷമായി പോയി. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ നോക്കണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് നോക്കണം. പാകിസ്ഥാൻ നമ്മുടെ അതിർത്തി കടന്നു വന്ന് 10 പട്ടാളക്കാരുടെ തല അറുത്തുകൊണ്ട് പോയപ്പോൾ അന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ AK ആൻ്റണി ആയിരുന്നു. വെടിശബ്ദം കേട്ടാൽ ഭയന്ന് പറയ്ക്കുന്ന ഒരാളാണ് AK ആൻ്റണി. AK ആൻ്റണിയെപ്പോലെ അപ്രാപ്തനായ ഒരു പ്രതിരോധ മന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ സകല പട്ടാള ജനറൽമാർക്കും ഈ മനുഷ്യനോട് വെറുപ്പായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്ത ഒരാൾ. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞത് അത് പാക് പട്ടാളക്കാരല്ല, തീവ്രവാദികളാണ്. ഇത് തന്നെയാണ് പാകിസ്ഥാനിലെ അസംബ്ലിയിൽ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞത്. അപ്പോൾ അതായിരുന്നൊരു സ്ഥിതി. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴൊരു ഭീഷണി വരാൻ കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമായൊരു ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. ആദ്യം ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിച്ചത് ചൈനയാണ്. ചൈന കരയ്ക്ക് കയറി. ഇപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. പാകിസ്ഥാൻ കാലാകാലങ്ങളിൽ നിലനിന്നിരുന്ന ഇന്ത്യ വിരോധം പറഞ്ഞാണ്, ഹിന്ദു വിരോധം പറഞ്ഞാണ് പാകിസ്ഥാൻ നിലനിന്നിരുന്നത്. അപ്പോൾ ആ മതത്തിൻ്റെ പേരിൽ നിലകൊണ്ട ഒരു രാജ്യം ഇന്ന് ഛിന്ന ഭിന്നമാകായി പോകാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ തന്നെ 1974 അവിടെ ഒരു മൂവ്മെൻറ്റ് നടന്നതാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ എന്ന് പറഞ്ഞ്. BLA എന്ന് പറഞ്ഞൊരു ആർമി തന്നെയുണ്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നുണ്ട്. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ 44% ബലൂചിസ്ഥാനാണ്. പക്ഷേ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ ജനസംഖ്യയുടെ 5% ബലൂചിസ്ഥാനിലുള്ളൂ.
ബലൂചിസ്ഥാൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ്റെ തന്നെ പ്രവിശ്യയാണല്ലോ. ഒരു ഭാഗം ഇറാൻ, മറ്റൊരു ഭാഗം അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും അധികം ധാതു നിക്ഷേപമുള്ളൊരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ. അവിടെ കണ്ണുവെച്ചാണ് ചൈന കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബലൂചിസ്ഥാൻ്റെ ലിബറേഷൻ ആർമിയുടെ ഭാഗം ഒരു വശത്ത്, പാകിസ്ഥാനിൽ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. പഞ്ചാബിൽ നിന്ന് വന്ന ആളുകളുണ്ട്, സിന്ധിൽ നിന്ന് വന്ന ആളുകളുണ്ട്. ഇവർ തമ്മിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് പട്ടാള ജനറൽമാരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം. പിന്നെ പാകിസ്ഥാനിൽ ശക്തമായ മതനിയമമുള്ള രാജ്യമാണ്. ഏറ്റവും വലിയ രസകരമായ കാര്യം, മുഹമ്മദ് അലി ജിന്ന സ്ഥാപകൻ സെക്യുലറായിരുന്നു. അദ്ദേഹം പാകിസ്ഥാനെ മതരാജ്യമാക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ലാക്കിയുമില്ല. പിന്നീടാണ് പാകിസ്ഥാൻ മതരാജ്യമായത്. എല്ലാവരും സുഖമായി താമസിക്കുന്ന ഒരു പാകിസ്ഥാനാണ് മുഹമ്മദ് അലി ജിന്ന സ്വപ്നം കണ്ടത്. മുഹമ്മദ് അലി ജിന്ന വളരെ സമർത്ഥനായതുകൊണ്ടും ഇന്ത്യയിലെ നെഹ്റുവിൻ്റെ ഒരു പ്രതിയോഗിയാണെന്ന് നെഹ്റുവിന് തോന്നിയതുകൊണ്ടുമാണ് അവസാനം അദ്ദേഹത്തിന് ഇവിടെ വിട്ടു പോകേണ്ടി വന്നത്. അത് വേറെ കഥയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ സ്ഥാപകൻ ആയ മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം ഒരു മതമൗലികവാദിയെ ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ശരി, ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നൊരു സംഭവം വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന അഹമ്മദിയ മുസ്ലിങ്ങളുടെ തന്നെ ഒരു വിഭാഗമാണ്. ഷിയ, സുന്നി, അഹമ്മദിയ എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗം. അവർ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പള്ളിയിലേക്ക് കടന്നു ചെന്ന ഭീകരന്മാർ 200 പേരെയാണ് നിസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകളെ കൊന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളെയാണ് ഇവരെ കൊന്നത്. സൈനിക ക്യാമ്പിൽ സ്ഫോടനം നടക്കുന്നു. അപ്പം ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ തീവ്രവാദമൊന്നും നടത്താൻ ഒക്കത്തില്ല, ഇന്ത്യയിൽ ഉറച്ചൊരു ഭരണകൂടമുണ്ട്, ഇവിടെ വന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പാകിസ്ഥാന് ബോധ്യമായപ്പോൾ ഈ ഭീകരന്മാരുടെ ഒരു പ്രത്യേകത, അവരൊരിക്കലും വെറുതെ ഇരിക്കത്തില്ല. അവരവിടെ തന്നെ പ്രശ്നമായി. ഇവർ താലിബാനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചാണ് പാകിസ്ഥാൻ ഭരണാധികാരികൾ. ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാൻ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകൾ പറയുന്നത് പാകിസ്ഥാൻ്റെ കുറേ ഭാഗം അഫ്ഗാനിസ്ഥാൻ്റെ ആണെന്നാണ്. ബലൂചിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്നാണ്. ഇറാനാണെങ്കിൽ ഷിയ രാജ്യമാണ്, പാകിസ്ഥാൻ സുന്നി രാജ്യമാണ്. ഇറാന് പാകിസ്ഥാനോട് വെറുപ്പാണ്. അപ്പം മതത്തിൻ്റെ പേരിലുണ്ടായ ഒരു രാജ്യം മതത്തിൻ്റെ പേരിൽ തന്നെ ഛിന്ന ഭിന്നമായി നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്നൊരു ചിത്രമാണ് പാകിസ്ഥാനിൽ നമുക്കിപ്പോഴേ കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു ആക്രമണമുണ്ടല്ലോ, ഇതിനകത്ത് ഒരുപക്ഷെ ട്രംപിൻ്റെയൊക്കെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ? അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രശ്നം വെച്ചാൽ ഏഷ്യയിലെ അമേരിക്കയുടെ ഒരു സാന്നിധ്യം. അഫ്ഗാനിസ്ഥാൻ പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പോഴേ അവർക്കൊരു അഫ്ഗാൻ പോളിസി തന്നെ ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കിടക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇവർ ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നിയന്ത്രണത്തിൽ വയ്ക്കാൻ ആഗ്രഹിച്ചത് റഷ്യയെ ഭീഷണിപ്പെടുത്താനാണ്. പക്ഷേ ബൈഡൻ വന്നപ്പോഴേ അദ്ദേഹം ഈ അഫ്ഗാനിസ്ഥാനിലെ സൈനികരെ പിൻവലിച്ചു. ഒരുപക്ഷെ പോളിസി തീരുമാനം ട്രംപ് അവിടെ സൈനികരെ നിർത്തുന്നത് നഷ്ടമാണെന്ന് ട്രംപിനും തോന്നി തുടങ്ങിയെങ്കിലും ഒരു ഫൈൻ മോർണിംഗിൽ ഈ പട്ടാളക്കാരെ എല്ലാം പിൻവലിച്ചുകൊണ്ട് പോയത് ബൈഡനാണ്. അപ്പം പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയെ സഹായിച്ചവരെ മുഴുവൻ അവിടുത്തെ താലിബാൻകാർ കൊന്നുകളഞ്ഞു. അവരെ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും മാറ്റി. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, സ്ത്രീകളെ ശിരോവസ്ത്രം ഇട്ടിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, പുരുഷന്മാരെ ഈ മുലാക്കന്മാരെ പോലെ താടിയൊക്കെ വളർത്തി ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ് ഒരു പ്രാകൃത ഭരണമാണ് അഫ്ഗാനിസ്ഥാനിൽ വന്നത്. അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദി അമേരിക്ക തന്നെയാണ്. പെട്ടെന്ന് ബൈഡൻ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ ഈ താലിബാൻ അക്രമകാരികൾക്ക്, ഭീകരന്മാർക്കും ഇട്ടുകൊടുത്തിട്ട് പോയ അമേരിക്കയുടെ തെറ്റാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം. നമ്മൾ കുറച്ചു കാലം മുമ്പ് ഹൃദയഭേദകമായൊരു രംഗം കണ്ടു. അഫ്ഗാനിസ്ഥാനിൽ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു അമ്മ മതിലിനപ്പുറത്ത് നിന്നുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കുന്നു, എൻ്റെ കുഞ്ഞെങ്കിലും രക്ഷപ്പെടട്ടെ. ഒരമ്മ കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. പാകിസ്ഥാൻ്റെ പ്രശ്നം, പാകിസ്ഥാൻ വളർത്തിയെടുത്ത മതമൗലികവാദം ഇന്ന് പാകിസ്ഥാനെ തന്നെ തിരിഞ്ഞു കുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ അരക്ഷിതാവസ്ഥയും അക്രമവും സ്ഫോടനങ്ങളും നിരന്തരമായി നടക്കുന്നു. ഇത് ഇന്ത്യയ്ക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഇവിടെ കേരളമാണ് ഇവിടെ തീവ്രവാദത്തിൻ്റെ ഹബ്ബെന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ടിലാണ് പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനം തീവ്രവാദികൾക്ക് വിളയാടാൻ വിട്ടുകൊടുത്താൽ വരുന്ന തലമുറ മറ്റൊരു പാകിസ്ഥാനായിട്ട് കേരളം മാറുന്നത് നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് തീവ്രവാദം, അത് ആരുടെ തീവ്രവാദമായാലും ശരി, അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.